നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുത്തുമുളക് ഇട്ടുള്ള ചിക്കൻ കറിയാണ് തേങ്ങാപ്പാലിൽ. ഇതിലേക്ക് ആവശ്യമായത് 2 തക്കാളി, 2 ഉരുളക്കിഴങ്ങ്, 2 സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇതൊക്കെ ആവശ്യത്തിനാണ് വേണ്ടത്. മല്ലിയില, വേപ്പില, അങ്ങാടിമുളക് കുരു കളഞ്ഞത് പൊടിച്ചത്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് സവാള അരിഞ്ഞതും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. തക്കാളി ഇട്ട് കൊടുക്കണം. ഇനി കുറച്ച് നേരം അത് അടച്ച് വെച്ച് കോക്കനട്ട് മിൽക്ക് പൗഡർ കലക്കി വയ്ക്കുക. എന്നിട്ട് അത് ഇടയ്ക്ക് ഒഴിച്ച് കൊടുക്കണം. ആ കോക്കനട്ട് മിൽക്ക് പൗഡർ കലക്കിയ വെള്ളത്തിൽ കിടന്നിട്ടായിരിക്കണം അത് വേവേണ്ടത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. വേറെ മുളക് പൊടിയോ കുരുമുളകോ ഒന്നും ഇട്ട് കൊടുക്കില്ല. ഈ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇത്രയും സാധനം മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ. എരിവിന് നമ്മൾ ലാസ്റ്റാണ് ആ കുത്തുമുളക് ഇട്ടിട്ട് വറവിടുക, അതിൻ്റെ എരിവ്. പിന്നെ പച്ചമുളക് ഒരു ഇച്ചിരി ഇട്ടുണ്ടല്ലോ, അതും മാത്രം. കറിക്ക് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കോക്കനട്ട് മിൽക്ക് പൗഡർ കലക്കി ഒഴിച്ച് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് പിന്നെ ഇവിടെ തേങ്ങ നല്ലത് കിട്ടില്ല, തേങ്ങാപ്പാൽ പിഴിയാൻ. അതുകൊണ്ട് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എല്ലാറ്റിനും കൂടുതൽ ഉപയോഗിക്കാറ്. എന്നിട്ട് അത് ഇറക്കാറാകുമ്പോൾ മല്ലിയിലയും വേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇനി കൊച്ചുള്ളി അരിഞ്ഞ് വെക്കണം. നമ്മൾ കറിക്ക് വറവിടുന്ന പോലെയാണ് കൊച്ചുള്ളി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും. അത് മൂത്ത് വരുമ്പോൾ കുത്തുമുളകും ഇട്ട് അത് നല്ല ഇങ്ങനെ ചുവന്ന കളറായാൽ സ്റ്റൗ ഓഫ് ചെയ്യണേ. എന്നിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതാണ് കുത്തുമുളക് ഇട്ടുള്ള ചിക്കൻ കറി. ഇത് വെള്ളപ്പത്തിനും പൊറോട്ടയ്ക്കാണ് ടേസ്റ്റ് കിട്ടുക.